ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്റ്റാർസ് ടെക്കി വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് മലമ്പുഴയിലാണ്. ആദ്യം അവിടെ ചെന്നിട്ട് ചിമ്മിനി ഡാം, അത് കഴിഞ്ഞ് പീച്ചി ഡാം, അത് കഴിഞ്ഞ് മലമ്പുഴയിലെ ഗാർഡൻ ഡാം, പിന്നെ ഒരു ഫോർട്ടും അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ബൈ. ഇപ്പോൾ നമ്മൾ പോകുന്നത് പാലക്കാടിൻ്റെ ഹൈവേയിൽ കൂടെയാണ്. അപ്പോൾ ശരി. തൃശ്ശൂരിലുള്ള ഒരു കാട്ടിൽ വെച്ച് നമുക്ക് മയിലിനെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം പെൺമയിലാണ്, അതുകൊണ്ട് പീലി വിടർത്തിയിട്ടില്ല. നേരത്തെ ഞാൻ പോണ വഴിക്കൊരു മയിലിനെ കണ്ടു, പക്ഷെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ വീണ്ടും നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു എസ്റ്റേറ്റിൻ്റെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ്സിലുള്ള എല്ലാവരും ഡാൻസ് കളിയിൽ ആണ്. അപ്പോൾ അവിടെ ചെന്ന് കാണാം. ആദ്യം നമ്മൾ ഡാമിൽ എത്തിയ ശേഷം പറയാം. പോണ വഴിക്ക് ഡാമിൽ നിന്നും വന്ന വെള്ളം ഒഴുകി പോണൊരു നദി കണ്ടു, അതാണിത്. ഗായ്സ്, ഞങ്ങൾ വീണ്ടും മയിലിനെ കണ്ടിരിക്കുകയാണ്. ആ മരത്തിൻ്റെ പുറകിലുണ്ട്. അത് ആൺമയിലാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയില്ല. കുറേ മയിലുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും വണ്ടിയുടെ ഒച്ച കേട്ടിട്ടാണ് പോയത്. വേറെ ഇഷ്ടംപടി കൂട്ടം കൂടി നിൽക്കുകയായിരുന്നു. ഇത് പെൺമയിലാണ്. ഗായ്സ്, ഞങ്ങൾ ചിമ്മിനി ഡാമിൽ എത്തിയിട്ടോ. പോന വഴിക്ക് വഴി തെറ്റിയായിരുന്നു, അതുകൊണ്ടാണ് മയിലിനെ കാണാൻ സാധിച്ചത്. ഈ ഡാമിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കല്ല് പാക്കിയിട്ടുണ്ടല്ലോ, അത് ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ മഴക്കാലമാകുമ്പോൾ വെള്ളം ഞാൻ നിൽക്കുന്നിടത്തോളം പൊങ്ങും, അപ്പോൾ ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിന് ശേഷം കൊട്ടവഞ്ചി കയറണം ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ കൊട്ടവഞ്ചി കയറി. ആദ്യം കയറിയപ്പോൾ പേടിയുണ്ടായിരുന്നു, പിന്നെ കുഴപ്പമില്ലായിരുന്നു. നടുക്കെത്തിയപ്പോഴത്തേക്കും ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടൻ എത്ര അടി കാണുമെന്ന്. ചേട്ടൻ പറഞ്ഞു 65 അടി കാണുമെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ പേടി തോന്നി ഗൈസ്. ആദ്യം കയറിയപ്പോൾ പേടി ഉണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞപ്പോഴത്തേക്കും പേടിയൊക്കെ മാറി. പിന്നെ വെള്ളത്തിൽ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് കാറ്റൊക്കെ വരുമ്പോൾ ഈ കൊട്ടവഞ്ചി ഇങ്ങനെ ആടുമായിരുന്നു. അപ്പോൾ മാത്രമേ പേടിയുള്ളായിരുന്നുള്ളൂ, പിന്നെ വേറെ കുഴപ്പമില്ലായിരുന്നു. കൊട്ടവഞ്ചിയിൽ കയറിയ ശേഷം ഞാൻ ഡാമിൻ്റെ നടുക്കൂടെയുള്ള വഴിയിൽ കൂടെ നടന്നു പോയി. നല്ല രസമുണ്ടായിരുന്നു. രാവിലെ വെയിലില്ലാത്തതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡാമിലേക്ക് ഉള്ള വ്യൂ നല്ലതായിരുന്നു. അതുകൊണ്ട് ഗൈസ്, ആ സൈഡിൽ കൂടെ കല്ല് വാങ്ങിക്കണേ, വെള്ളം അത്രയും പൊങ്ങും. അപ്പോൾ കല്ലിടിയാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ അവിടെ കുറേ ഇങ്ങനെ തട്ട് ഐലൻഡ് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം വലിയ ഡാമാട്ടോ ഗൈസ്. പിന്നെ
ഗൈസ്, അപ്പോൾ ഒറ്റയടിക്ക് ഇത് മൊത്തം ഇടാൻ പറ്റില്ല, അതുകൊണ്ട് പാർട്ടായിട്ട് വരുമെന്നായിരിക്കും. അടുത്ത പാർട്ട് കാണാൻ ബൈ.